വാ കണ്ണ പോവാം. ഞാൻ കഴിച്ചിട്ട് വരാം. പോണം വാ. അത് ഏത് കുട്ടിയാ? അറിഞ്ഞൂടാ. അമ്മയുടെ മോള് തന്നെ. ഒരു സെക്കൻഡ് കൊണ്ട് കൂട്ടുകാരനെ തേടി പിടിച്ചല്ലോ. ഞാനാരും പിടിച്ചിട്ടില്ല. എന്റെ പുറകെ ചുറ്റി നടന്നു. ചുമ്മാ ഇരുന്നാ മതി, അറിയാം ആരാരുടെ പുറകെ നടന്നു. അയ്യോ മോളെ, ഇത് കേട്ടോ, ഞാനൊന്ന് പാട്ടുപാടിയ ദിവസം നീ എന്നെ തന്നെ നോക്കിയിരുന്നില്ലേ? പിന്നെ ലൈബ്രറിയിൽ വെച്ച് അതൊക്കെ ഒരാളങ്ങ് മറന്നു. ഒന്നുമില്ല, എല്ലാം കള്ളമാ. അല്ല. അതെ. അല്ല. അതെ. അല്ല. അതെ. അല്ല. അതെ. ഞാൻ പറയാം ആരാണെന്ന്. അമ്മ. എടി, എന്നാ നീ അച്ഛന്റെ കൂടെ വന്നാ മതി. ഞങ്ങൾ ഡൽഹിയിലായിരുന്നു. കല്യാണത്തൊന്നും വരാൻ കഴിഞ്ഞില്ല. അന്നൂട്ടിയില്ലേ ഇവിടെ? എന്റെ അമ്മാവന്റെ മോനാ. ഉണ്ട്, ഞാനിപ്പോ വരാം. ഇവിടെ ആരൊക്കെയോ വന്നിട്ടുണ്ട്. ആരാ? അന്നൂട്ടി, ഇത് ഞങ്ങളാ, നിന്റെ ഉഷച്ചേച്ചിയും ചേട്ടനും. ആ ചേച്ചി എവിടെ ഇരിക്കെ, ഞാനിപ്പോ വരാം. ആഹാ, ഞാനിവിടെ ഒന്ന് നിനക്ക് നാണമാവുമോ? എന്റെ മുന്നിൽ അങ്ങനൊന്നും വിചാരിക്കണ്ട. കുഞ്ഞിലെ ഞാനാ നിന്നെ എടുത്തു വളർത്തിയത്. ഉഷേ, എന്താ? ദേഷ്യം തോന്നരുത്. നിനക്ക് കുറച്ചും കൂടി അടക്കം വേണം. ആ കുട്ടിക്ക് എന്തെങ്കിലും തോന്നൂലേ? അയ്യേ, ഈ മനുഷ്യൻ എന്തോന്നായി പറയുന്നത്? അന്നൂട്ടെ ഞാനും തമ്മിലുള്ള ബന്ധം എന്നാ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അവന് എന്റെ കുട്ടിയാ. ചേട്ടനൊക്കെ എന്നാ വന്നത്? ഒരാഴ്ചയായി. ഞാനിപ്പോ വരാം. 2 മാസത്തെ ലീവ് ഉണ്ടോ? അത്ര വേഗമൊന്നും ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിട്ടില്ല. നിന്നെ കണ്ട് കൊതി തീർന്നിട്ടേ പോവൂ. നിന്റെ പെമ്പറന്നോര് എങ്ങനെയാ? കണ്ടിട്ട് ആളൊരു ചൂടത്തിയാണെന്ന് തോന്നുന്നല്ലോ. പക്ഷെ കാണാൻ കൊള്ളാം. എന്നാൽ ആ പാറുവിന്റെ മകളുടെ സ്ഥിതി കണ്ടോ? പെണ്ണിനും ചെക്കനും തമ്മില് 20 വയസ്സ് വ്യത്യാസം. എന്നെയും ചേട്ടനെയും പോലെ. നിന്റെ തലമുടി കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നു. പെണ്ണുങ്ങൾക്ക് കിട്ടേണ്ടതാ. നീ ഷാമ്പു തേക്കാറുണ്ടോ? ഏയ്, വെളിച്ചെണ്ണ മാത്രം. അമ്മാവന്റെ മോളെന്നും പറഞ്ഞ് ഇങ്ങനെയുണ്ടല്ലോ ഇളക്കം. ബാക്കിയുള്ളവരുടെ കുടുംബത്തിലും അമ്മാവനും മക്കളൊക്കെ ഉണ്ട്. എന്താ, എന്നെയൊക്കെ അങ്ങ് മറന്നോ? കല്യാണം കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ പോലും അയച്ചില്ലല്ലോ. ആ സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ലെന്ന് അറിഞ്ഞൂടെ? നിന്റെ തടിയൊക്കെ അങ്ങ് കുറഞ്ഞല്ലോ. പാലൊക്കെ കുടിക്കണം. ഇനി ഇവള് കൊടുക്കാത്തതിന്റെ കുറവേ ഉള്ളൂ. മോളുടെ പേരെന്താ? മാലിനി. ഒരു കുട്ടിയില്ലേ? ഉണ്ട്. ആണോ പെണ്ണോ? പെൺകുട്ടിയാ. അടുത്ത വീട്ടിൽ നിന്ന് കളിക്കാ. ഇപ്പൊ വിളിക്കാം. അവളിവിടെ നിന്ന് കളിക്കില്ലായിരുന്നോ? എന്താ ഇപ്പോ? ഇവളുടെ അച്ഛന്റെ റിലേറ്റീവ്സ് ആരൊക്കെയോ വന്നിട്ടുണ്ട്. കുഞ്ഞിനെ ചോദിച്ചു. ആരാ? ആ, എനിക്കറിഞ്ഞൂടാ. അമ്മാവിന്റെ മോളാന്നൊക്കെ പറയുന്ന കേട്ടു. ആളിനെ കാണേണ്ടതാ. ഒരു ശൃംഗാര കോടാലി. അവര് നിങ്ങളുടെ സ്വന്തം അമ്മാവിന്റെ മോളാ? ദേ കേട്ടില്ലേ? ആ അതെ. അവിടെ വീട്ടിനടുത്താ? കുറച്ചു ദൂരെയാ. എന്ത് വയസ്സ് കാണും? 10-30 കാണും. പക്ഷെ അങ്ങേർക്ക് കൂടുതലായിരിക്കും. ആർക്കറിയാം, നിങ്ങൾ ഉറങ്ങ. അവരുടുത്തിരുന്നത് നല്ല സാരിയാ അല്ലേ? ആ, ഫോറിനായിരിക്കും. എന്തിനാ സാരി ഇത്രയും താഴ്ത്തി കൊടുക്കുന്നത്? വൃത്തിയേട്. നിങ്ങൾക്കത് ഇഷ്ടമാ? ദേ, ഉറങ്ങിയോ? അയ്യോ, എടി പെണ്ണെ, മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ലേ? അല്ല പിന്നെ എന്തോന്ന് ഇത് കൊല്ലാന്ന് പാദയാത്രയില്? അല്ലല്ലോ, എനിക്കറിയാം ഇന്ന് നേരത്തെ ഉറക്കം വരുന്നു. അല്ലെങ്കിൽ രാത്രി 12 മണിയായാലും ഉറക്കം വരാത്ത ആളാണ്. ആഹാ, അപ്പോഴേക്കും ഉടക്കിയോ? വാ, വന്ന് കിടക്ക്. വാന്ന്. മാലിക്കുട്ടി, മാലിക്കുട്ടി. ദേ, ഞാൻ ഇപ്പം മറ്റേത് വിളിക്കും. പട്ടിക്കുട്ടി. ഉറക്കം വരുന്നു. ആർക്ക്? അല്ല, നിനക്കെന്റെ പേര് വിളിച്ചാലെന്താ?
ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ? അയ്യോ, അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട് ഭർത്താവിന്റെ പേര് വിളിക്കാൻ പാടില്ല എന്ന്. അപ്പൊ പിന്നെ എന്ത് വിളിക്കാമെന്ന് അമ്മൂമ്മയോട് ചോദിക്കാൻ വരുന്നില്ലേ? ചേട്ടാന്ന് വിളിക്കാം. അത് മാത്രം വേണ്ട. ചില നാടകങ്ങളിലെ പോലെ ചേട്ടാ, അല്ലേട്ടാ, ചേട്ടില്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെ. അതുകൊണ്ട് ആ പരിപാടി വേണ്ട. അപ്പോ രണ്ടുപേരും തനിച്ചിരിക്കുമ്പോ പേര് വിളിക്കാം. അല്ലാത്തപ്പോ ആ, ദേ, ദാ, അവളുടെ അച്ഛൻ എന്നൊക്കെ അല്ലേ? എന്തായാലും വിളിച്ചുണർത്തിയത് നന്നായി. ഓടില്ലേ? ഇന്ദുമോൾക്ക് ഒരു അനുജൻ വേണ്ടേ? അനുജൻ തന്നെ ആയിരിക്കോ? ശ്രമിക്കാം. ഇന്ദുമോളെ, അച്ഛനെ വിളിക്കേ. ആരാ എന്റെ അച്ഛൻ? പെണ്ണെ, വാല് കാണിക്കാതെ പോയി വിളിക്കാൻ. പേര് പറ, ഇന്ന വിളിക്കാം. അങ്ങനെ ഇപ്പൊ നീ കേക്കണ്ട. എന്നാ ഞാൻ വിളിക്കൂല. അടി കിട്ടുവേ. എന്നാ ഞാൻ പറയട്ടെ, മിസ്റ്റർ അനിൽകുമാർ BA. എടി, നിനക്ക് ധൈര്യം കൂടിപ്പോയി. മിസ്റ്റർ അനിൽ, ആ, അനിലേ, മാലിനെ വിളിക്കുന്നു. ആഹാ, അത്രയ്ക്കായോടി. എവിടെ നിന്റെ മോള്? എന്താ? അവള് വിളിച്ചത് കേട്ടില്ലേ? നീ പറഞ്ഞു കൊടുത്തതായിരിക്കും. ആരും പറഞ്ഞു കൊടുക്കണ്ട, നിങ്ങളുടെ സന്താനമല്ലേ. തുടങ്ങി. ചായ കുടിക്കുന്നതിന് മുമ്പ് അല്പം അതിമധുരം കഴിക്കട്ടെ. ഹായ്. ഈ അച്ഛന് സന്തോഷം വന്ന ഉടനെ അമ്മ കെട്ടിപ്പിടിക്കുന്ന എന്തിനാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ.